ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂളൊക്കെ പൂട്ടിയില്ലേ, കുട്ടികൾ ഇതാ 5 റിപ്പോർട്ട് 10 റിപ്പോർട്ട് മുട്ടായി തൊട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അന്നേരം വേഗം എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി. ഒരു പണിയുമില്ല, വേഗം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെറും രണ്ട് ഐറ്റംസ് മാത്രം മതി. എന്തെങ്കിലും കെമിക്കൽ കലർന്നോന്നോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കി ധൈര്യത്തിൽ കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ 250 ഗ്രാം കടല എടുത്തിട്ടുണ്ട്. കടല വറുക്കാത്ത കടല ആയതുകൊണ്ട് ഞാൻ വറുത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ചുവപ്പ് കളറാകുന്നവരെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കളറായപ്പോൾ ഞാൻ പാനിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതേ പാനിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പോലെ ഒന്ന് മെൽറ്റായി വന്നപ്പോൾ അതിലേക്ക് ബട്ടർ, ഒരു പീസ് ബട്ടർ കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കടല വറുത്ത് വെച്ചതില്ലേ അത് ജസ്റ്റ് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല, ഒരു പാകത്തിന് പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പരുവത്തിനായി വന്നാൽ നമ്മൾ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കണം. ഞാൻ ഡിസ്പോസിബിൾ പാത്രത്തിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് കടലൻ്റെ മിക്സ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ആ ചൂടോടെ തന്നെ നല്ല പോലെ ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. പിന്നെ ചൂടോടെ തന്നെ അതൊന്നും ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കുന്നുണ്ട്. അത് കറക്റ്റ് നമുക്ക് എത്ര അളവിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ അളവിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. പിന്നെ തണിഞ്ഞാൽ ഇതുപോലെ മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ടാണ് ചൂടോടെ തന്നെ ഇത് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് അവിടെ തണിയാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. 10 മിനിറ്റിന് ശേഷം നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാം ഇതുപോലെ അങ്ങ് വിട്ട് കിട്ടും എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പീനട്ട് ബർഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്നിട്ട് ലോങ് വീഡിയോൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിന് സംസാരം കുറച്ച് അധികമാണെന്ന് പറഞ്ഞിട്ട്. കുറച്ച് ഓവറായാലേ എല്ലാവരും ശ്രദ്ധിക്കപ്പെടും, അതുകൊണ്ട് കുറച്ച് ഓവറാക്കുന്നത് എന്താണെന്നതിൽ ഞാൻ അധികം സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും എൻ്റെ സംസാരം അധികമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ പീനട്ട് ബർഫി എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട്. എത്ര ദിവസമാണെങ്കിലും ഇത് കേടുകൂടാതെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇനിയും ഒരുപാട് കുട്ടികൾക്കുള്ള ഐറ്റംസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ പുതിയ റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.